ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ഈ 5 മണി വരെ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാൻ പോയാണ്. സാധാരണ കാര്യമൊന്നുമല്ല. മൊബൈൽ ഇതുവരെയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല വെച്ചാൽ കയ്യിൽ നിന്ന് ഓഫാക്കി വെച്ചില്ല. അത്രയ്ക്ക് പാടുപെട്ട് ഒരുമാതിരി ആയിക്കണം. എൻ്റെ തല പെരുത്തോയി. അത്രയും കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവിടെ. എനിക്കിവിടെ ഇരിക്കാനും തോന്നുന്നില്ല. കളിക്കാൻ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റിട്ട് പല്ല് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഞാൻ നേരെ എടുത്ത് മൊബൈൽ എൻ്റെ വ്യൂസ് നോക്കി. 4-5 വ്യൂസ് ഇന്നലെ ഇട്ടതിനും 10-20 ഓരോ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ 100നെ മരിക്കുന്ന വ്യൂസ് പോണില്ല. ഞാൻ ഏത് ടീമിലാ? ഇവിടെ എങ്ങോട്ട് കളിക്കല്ലേ? അടിപൊളി. ഇങ്ങോട്ട് ഞാൻ തളർന്നില്ല. എന്നിട്ടും വീഡിയോനെ പറ്റി ഓരോ കാര്യങ്ങൾ നോക്കി ജെമിനിയോടും ഓരോ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതങ്ങനെ സെറ്റാക്കി. കുറേ ഐഡിയ പറഞ്ഞു തന്ന്, തംബ്നെയിലിൻ്റെ സെറ്റപ്പ് പറഞ്ഞു തന്ന്. ഗ്രാഫ് പോയത് ഫസ്റ്റ് ഏറ്റവും 100ൻ്റെ അടുക്കൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് തുടക്കം 100ൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ഏറ്റവും താഴേക്ക്, പിന്നെ അതേപോലെ തന്നെ ലൈന്, പിന്നെ അവിടെ നിന്ന് ഒരു പൊക്കവും ഇല്ല. ആളുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ആ മത്ത് ചാട് ഇനിയിപ്പോൾ അതെങ്ങനെയൊക്കെ എനിക്ക് കൂട്ടണം. ഗ്രാഫ് എനിക്ക് ഫുള്ള് മേലോട്ടാക്കണം. അതിന് എന്ത് ചെയ്യാൻ എനിക്ക് അറിയില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല. അയ്യോ ആ ഗ്രാഫ് മേലോട്ടാണെങ്കിൽ 1 നല്ല ഹുക്ക് വേണം, പിന്നെ 2 നല്ല കിടിലൻ കണ്ടന്റ് വേണം. ഓഡിയൻസിന് ബോറടിക്കാൻ പാടില്ല. അതുപോലത്തെ കിടിലൻ ക്യാച്ചി ആയിട്ടുള്ള തംബ്നെയിലും വേണം, നല്ല ഹുക്കായിട്ടുള്ള ടൈറ്റിലും വേണം. ജിമ്മി വീട്ടിൽ പോ. എന്തോ വാവുന്ന് ഇറക്കിറങ്ങാൻ എത്ര പാട്. വീട്ടിൽ പോവാ കം. പറഞ്ഞ പോലെ ഞാൻ കുറേ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ടിപ്സൊക്കെ നോക്കി സൗരവ് ജോഷീൻ്റെ പോലത്തെ സ്റ്റോറിയൊക്കെ പറയാനൊക്കെ ശ്രമിച്ചു നോക്കി. അതൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ സ്റ്റൈൽ ഏതാണോ അതെനിക്ക് ഏതാന്ന് കണ്ടെത്താം. ഇനി എനിക്ക് കുറച്ചൊക്കെ ധാരണ വന്നിട്ടുണ്ട് എങ്ങനെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ നല്ല കിടിലനായിട്ട് നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഫുള്ള് ഞാൻ എഐൻ്റെ ഒപ്പളും യൂട്യൂബിൻ്റെ ഒപ്പളും ഒക്കെ ആയിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലൊക്കെ വയറൊക്കെ കൊളുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ ഗ്രൗണ്ടിൽ തന്നെ കുറേ നേരം കടന്ന് നിലത്ത്. അപ്പോഴൊന്നും വയറിലൊന്നും ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, വയറ് ഫുള്ള് കാലിയായിരുന്നു. നീ ഒരു ദിവസം എത്ര റീല് കണ്ടു കയറി? നീ റീലാണ്ടോ അച്ഛനെ മൊബൈല്? കണ്ടില്ല അല്ലേ? നീ റീലാണ്ടില്ല ഇങ്ങനെ? സത്യം പറഞ്ഞോ? ചോറ് കഴിക്കാനും വെള്ളം കുടിക്കാനും കൊല്ലം ഞാൻ മറന്നുപോയി. ഫുൾ ടൈമും മൊബൈലിൽ തന്നെയായിരുന്നു. എന്തൊക്കെ നോക്കണം സ്റ്റോറി ടെല്ലിങ്, പിന്നെ സ്ക്രിപ്റ്റിങ്. വ്ളോഗിൽ സാധാരണ സ്ക്രിപ്റ്റിങ് ഒന്നുമില്ല. അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ചാൽ അതങ്ങനെ സംഭവിച്ച്. വ്ളോഗിൽ സ്ക്രിപ്റ്റിങ് ഒന്നുമില്ല. അമ്മ ഒരു മുട്ടായിൻ്റെ വീസൺ ചെയ്താട്ട് അമ്മ പബ്ലിക്ക് ഒറ്റയ്ക്ക് നോക്ക്. ഈ വ്ളോഗ് എടുക്കുമ്പോൾ ഓഡിയൻസിന് ബോറടിപ്പിക്കാതെ, സ്റ്റോറി ടെല്ലിങ് നീട്ടി വെക്കാതെ ഹാഫ് ആയിട്ട് ഇടണം കേട്ടോ. ഓഡിയൻസിന് ബോറടിക്കരുത്. അതാണ് എൻ്റെ ടാർഗറ്റ്. ഓഡിയൻസിന് ഇപ്പോൾ സാധാരണ എൻ്റെ മുഖം മാത്രമായിരിക്കും സ്ക്രീനിൽ വലുതായിട്ട് കാണാം. എൻ്റെ iPhone 7+ ആണ്. വൈഡ് ആംഗിൾ ഇല്ല, അതൊരു പ്രശ്നമാണ്. വൈഡ് ആംഗിൾ ആണെങ്കിൽ ഫുൾ അങ്ങോട്ട് കവർ ചെയ്ത് കാണിയായിരുന്നു. ചുറ്റിന് എന്ത് സംഭവിക്കുകയെന്ന് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. ഇങ്ങനെ വീഡിയോ ഇടണേ എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. എന്തായാലും നമുക്ക് സെറ്റാക്കാം. നാളത്തെ വ്ളോഗിൽ, നാളത്തെ കിടിലൻ കണ്ടന്റിൽ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. ആകെ ടൈം കിട്ടിയത് രാവിലെ കുറച്ച് നേരം ഉറങ്ങാൻ. 6 മണിക്ക് എണീക്കുക. ഇന്ന് രാവിലെ 7 മണിക്ക് എണീറ്റ് കുറച്ചധികം നേരം ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കാൻ വരുന്നില്ല. കുറേ ഉറങ്ങി നോക്കി, പക്ഷേ ഉറക്കാൻ വരുന്നില്ല. യൂട്യൂബ് ഗ്രോ ആണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ഇമ്പ്രൂവ് ആക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. ഓഡിയൻസിനെ പിടിച്ച് നിർത്തണം അവസാനം വരെ. അതിനിപ്പോൾ എന്താ ചെയ്യാതെ എനിക്കൊന്നും ഓർത്തിട്ട് ഒന്നും പിടിയിട്ടില്ല. എന്താ ചെയ്യാതെ എനിക്കൊന്നും അറിയില്ല, പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ ഓഡിയൻസിന് ലാസ്റ്റ് വരെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല. പക്ഷെ ഒരു ഐഡിയ ഉണ്ട്. നല്ല കണ്ടന്റ് ആയിരിക്കണം, നല്ല തംബ്നെയിൽ ആയിരിക്കണം, നല്ല ടൈറ്റിലായിരിക്കണം, നല്ല കീവേഡ്സ്, ഹാഷ്ടാഗ്, ടാഗ്, കുറേ സാധനങ്ങൾ ബെറ്റർ ആക്കണം. സ്റ്റോറി ടെല്ലിങ്
ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കണം. അത് കുറേ ചടങ്ങ് കാര്യങ്ങളായിട്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. യൂട്യൂബ് ഗ്രോ ആണെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റൈൽ എന്താണെന്ന് കണ്ടെത്തണം. ആദ്യം എനിക്ക് എൻ്റെ സ്റ്റൈൽ ഏതാണെന്ന് ആദ്യം കണ്ടെത്തണം. എന്നാലാണ് യൂട്യൂബിൽ ഗ്രോ ആകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ റിയലായിട്ട് ഇരിക്കണം. അത് പോയിന്റാണ്. തിന്നേണ്ട തൈരും കൊണ്ട് തണുത്ത വെള്ളം ഉണ്ടാക്കുമോ? ഇത് തൈര് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. നോക്കില്ല ഉണ്ടാക്കണം. അമ്മ കുറച്ച് നീങ്ങ്. ഫോൺ ഞാൻ അടുത്ത് മാറ്റിയിരിക്കണ്. അടുത്ത് മാറ്റിയിരിക്കണം. യൂട്യൂബ് തുടങ്ങുമ്പോൾ മറ്റാരെങ്കിലൊക്കെ കോപ്പി ചെയ്യാതിരിക്കുക. നമ്മൾ റിയലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അങ്ങനത്തെ കുറേ സീക്രട്ട് ഉണ്ടാകുന്ന കുറേ സീക്രട്ട്, കുറേ ഫോർമുല, കുറേ ടിപ്സ്, കുറേ കാര്യങ്ങൾ നോക്കി സമയം പോയി അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, വൈകുന്നേരം ചായ കുടിച്ചില്ല, വൈകുന്നേരം കളിക്കാൻ പോയല്ലോ, രാത്രി ഫുഡ് കഴിച്ചില്ല. സ്റ്റോറി ടെല്ലിങ് ഇത്രയും ദിവസം നോക്കിയെങ്കിലും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സ്റ്റോറി എങ്ങനെ അവതരിപ്പിക്കണമെന്നോ, സ്റ്റോറി എങ്ങനെ പറയണമെന്നോ, സ്റ്റോറി എങ്ങനെ ഉണ്ടാക്കണമെന്നും, സ്റ്റോറിയിലെ ഫസ്റ്റ് പോയിന്റും നടു പോയിന്റും ലാസ്റ്റ് പോയിന്റും എങ്ങനെയൊക്കെ തീർക്കണമെന്നും എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ നോക്കാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ്, എന്നിട്ട് എനിക്ക് നല്ല മര്യാദയ്ക്ക് സ്റ്റോറി അറിയാൻ കിട്ടണില്ല. അതെന്താണെന്ന് അറിയില്ല. എന്നാ ഈ ഫോൺ അവിടെ വെച്ചോ. എൻ്റെ സംഭവം ഏതാണെന്ന് എനിക്ക് അറിയണില്ല. അതെനിക്ക് എന്താ എൻ്റെ വ്ളോഗിങ്ങിന് എൻ്റെ സ്കില്ല് എന്താണെന്ന് എനിക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഞാൻ എന്തായാലും ഇവിടെ നമ്മളെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇനി സ്റ്റോറി ടെല്ലിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പോയിന്റ് ആക്കേണ്ടതെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇപ്പം നോക്കി എന്നാലും നാളത്തെ സാധനം നമുക്ക് ഉഷാറാക്കാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. നാളെ അടുത്ത കിടിലനെ ആക്കിയിട്ട് നാളെ കാണാം നമുക്ക്.